കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ സുവർണാവസരം. ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ജോലി നേടാനുള്ള മികച്ച അവസരമാണിത്. തസ്തികയുടെ പേര് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് അഥവാ LGS. കാറ്റഗറി നമ്പർ 423/2025. നിയമനം ലഭിക്കുന്ന വകുപ്പ് സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനികൾ, കോർപ്പറേഷനുകൾ, ബോർഡുകൾ. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവർ ആയിരിക്കണം. പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷവും മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 3 വർഷവും വയസ്സിളവ് ലഭിക്കും. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. പ്രധാന കുറിപ്പ് സാധാരണ LGS വിജ്ഞാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കമ്പനി, ബോർഡ് LGS തസ്തികയിലേക്ക് ബിരുദധാരികൾക്കും ബിരുദാനന്തര ബിരുദധാരികൾക്കും അപേക്ഷിക്കാം. അപേക്ഷ എങ്ങനെ സമർപ്പിക്കണം? കേരള PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് കേരള PSC വഴി ഓൺലൈനായി അപേക്ഷിക്കാം. പരീക്ഷയ്ക്കുള്ള കൺഫർമേഷൻ കൊടുക്കേണ്ട സമയമാകുമ്പോൾ കൺഫർമേഷൻ കൊടുക്കണം. പരീക്ഷാ തീയതി ആകുമ്പോഴേക്കും PSCയുടെ സൈറ്റിൽ നിന്നെടുക്കുന്ന അഡ്മിറ്റ് കാർഡുമായി പരീക്ഷ എഴുതണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2025 ഡിസംബർ 3 ആണ്. ഒരു സർക്കാർ ജോലിയാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ട്രൈ ചെയ്തു നോക്കൂ. താങ്ക് യു. കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ സുവർണാവസരം. ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ജോലി നേടാനുള്ള മികച്ച അവസരമാണിത്. തസ്തികയുടെ പേര് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് അഥവാ LGS. കാറ്റഗറി നമ്പർ 423/2025. നിയമനം ലഭിക്കുന്ന വകുപ്പ് സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനികൾ, കോർപ്പറേഷനുകൾ, ബോർഡുകൾ. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവർ ആയിരിക്കണം. പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷവും മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 3 വർഷവും വയസ്സിളവ് ലഭിക്കും. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. പ്രധാന കുറിപ്പ് സാധാരണ LGS വിജ്ഞാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കമ്പനി, ബോർഡ് LGS തസ്തികയിലേക്ക് ബിരുദധാരികൾക്കും ബിരുദാനന്തര ബിരുദധാരികൾക്കും അപേക്ഷിക്കാം. അപേക്ഷ എങ്ങനെ സമർപ്പിക്കണം? കേരള PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് കേരള PSC വഴി ഓൺലൈനായി അപേക്ഷിക്കാം. പരീക്ഷയ്ക്കുള്ള കൺഫർമേഷൻ കൊടുക്കേണ്ട സമയമാകുമ്പോൾ കൺഫർമേഷൻ കൊടുക്കണം. പരീക്ഷാ തീയതി ആകുമ്പോഴേക്കും PSCയുടെ സൈറ്റിൽ നിന്നെടുക്കുന്ന അഡ്മിറ്റ് കാർഡുമായി പരീക്ഷ എഴുതണം.